ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ തിരികാൻ മടിയുള്ളവരാണോ? തേങ്ങ തിരികാൻ എനിക്ക് മെയിനായിട്ട് ചെറുതിലോട്ട് കിട്ടിയിട്ടുള്ള ഇത് ഒരു ജോലി എന്ന് പറഞ്ഞാൽ അമ്മ തരുന്നതെന്ന് പറഞ്ഞാൽ തേങ്ങ തിരിക എന്നൊരു ജോലിയാണ് മെയിനായിട്ട് തരുന്നത്. അത്യാവശ്യം ബാക്കി സർവൈവൽ ചെയ്യാനുള്ള പരിപാടികളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ തിരിക എന്ന് ചെറുതിലെ തൊട്ടേ രാവിലെ ഞാൻ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ കേൾക്കുന്നത് ഉണരുന്നത് തന്നെ ഇത് കേട്ടിട്ടായിരിക്കും തേങ്ങ തിരിക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് തൊട്ടേ ആലോചിച്ചാണ് ഇതിനൊരു മെഷീൻ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന്. അങ്ങനെ ഒരു 2 വർഷത്തിന് മുന്നേ ഒരു മെഷീൻ മേടിച്ചു. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ മടിയുള്ളവർക്ക് പിന്നെ ഒരു യന്ത്രത്തിൻ്റെ സഹായത്തോട് ചെയ്ത് തീർക്കണമെന്നൊരു ആവേശമുള്ളവർക്ക് ഇതൊരു നല്ലൊരു വീഡിയോ ആയിരിക്കും. അല്ലാത്തവർക്ക് വീണ്ടും മടിയാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ വീഡിയോയിലേക്ക് ഇപ്പോൾ ഞാൻ മേടിച്ചിട്ട് ഒരു 2 വർഷമാവും. 2 വർഷം കൊണ്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ്സ് ആയിട്ട് മേടിച്ചാണ്. വേറെ ആളും മേടിച്ചിട്ട് അയാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് OLX ഇട്ട് അങ്ങനെ മേടിച്ച സാധനമാണ്. അപ്പോൾ ഞാൻ 2 വർഷമായിട്ട് ഉപയോഗിച്ചു. ഇതിന് ഇടയ്ക്കൊക്കെ വീഡിയോ ഇടണമെന്ന് ആലോചിച്ചു. പക്ഷേ ഇന്നാണ് അതിന് വേണ്ടിയിട്ടൊന്ന് മുൻകൈ എടുത്തത്. അപ്പോൾ ഞാൻ എന്തായാലും സാധനം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സാധനം. ഞാൻ ഒരെണ്ണം തിരികെ കഴിഞ്ഞു. എന്നിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുത്തതായിരുന്നു. പക്ഷേ അത് എന്തുകൊണ്ടോ റെക്കോർഡായില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ക്ലീൻ ചെയ്ത് ജസ്റ്റ് ഇത് മാത്രം ക്ലീൻ ചെയ്തിട്ട് മാത്രമേ വച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ക്യാപ്പ് വരുന്നത്. തേങ്ങ ഇതിൻ്റെ ഒരു ബേസ്. ഇത് നമുക്ക് ഇളക്കി മാറ്റാം. ഇതിൻ്റെ ടീത്ത് ഓക്കെ. അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിത് ഇങ്ങനൊരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി എന്നാണ് പറയുന്നത്. എനിക്കത്ര ആപ്ലിക്കബിൾ ആയിട്ട് തോന്നിയില്ല. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടിരിക്കുന്ന സ്റ്റഫൊന്നും നിങ്ങൾ നോക്കണ്ട. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പലരുടെയും ഈ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആപ്ലിക്കബിൾ അല്ല, നല്ലതല്ല, അങ്ങനെയൊക്കെ കുറേ റിവ്യൂ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഈ റിവ്യൂ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഞാൻ മേടിച്ച് വീട്ടിൽ കൊണ്ട് വച്ച ശേഷമാണ് ഇത് ഇങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കുമ്പോഴാണ് റിവ്യൂവും അതിൻ്റെ കമൻസ്, അതായത് റിവ്യൂ അല്ല, റിവ്യൂവിൻ്റെ താഴെ കമൻറ്റുകൾ ഇത് മേടിച്ചിട്ട് വെറുതെ ആയിപ്പോയി എന്ന് പറഞ്ഞ് കുറേ പേര് വീഡിയോ ഇട്ടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ കണ്ട് സഹായിക്കുകയാണെങ്കിൽ സഹായിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇതിന് മുമ്പും പലതവണ ഞാൻ ഈ വീഡിയോ എടുക്കണമെന്ന് ആലോചിച്ചു, പക്ഷേ പറ്റിയില്ല. പിന്നെ ഞാൻ ഇപ്പോൾ ഇത് ഇത്രയും സ്പീഡിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് സമയം കളയേണ്ട വീഡിയോ അല്ല. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കാണിക്കേണ്ടതാണ്. അതുകൊണ്ടാണ്. പിന്നെ ഇത് പ്രൊമോഷനോ പെയ്ഡോ അങ്ങനെ സംഭവമൊന്നുമല്ല. ഞാൻ എൻ്റെ വീട്ടിൽ മേടിച്ച് വെച്ച സാധനം നിങ്ങളെ കാണിക്കുന്നു, അത്രേ ഉള്ളൂ. സിമ്പിളാണ്. ഇങ്ങനെ നമ്മൾ 2ആയിട്ട് മുറിക്കുക, എന്നിട്ട് ഇതിനകത്തോട്ട് വയ്ക്കുക. പിന്നെ ഇത് കണ്ടില്ലേ, എൻ്റെ കൈ അത്യാവശ്യം വലുതാണ്. എന്തുകൊണ്ടാണ് ഈ ചെറിയ തേങ്ങയിൽ തോന്നുന്നത്. എന്നാലും ഒരു മീഡിയം സൈസ് തേങ്ങ മാത്രമേ നമുക്കിതിൽ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. വലിയ തേങ്ങയാണെങ്കിൽ ഉപയോഗിക്കേണ്ട വിധം വേറൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ്. പിന്നെ ഇതിന് കറക്റ്റായിട്ട് ഫിറ്റായിട്ടുള്ള സാധനം മാത്രമേ ഇതിനകത്ത് ഇറങ്ങത്തുള്ളൂ. ചെറിയ തേങ്ങയാണെങ്കിൽ നമ്മളിങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഇതായത് ഇറങ്ങത്തില്ല, ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ആ ടെക്നിക്കുകൾ ലാസ്റ്റ് പറഞ്ഞുതരാം. കാരണം അത് ഒരേപോലത്തെ ടെക്നിക്കാണ്. എന്തേലും പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ ഇതൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൽ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാർക്കിംഗ് ഒന്ന് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഞാൻ എന്താ ഇവിടെ പൊട്ടുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മളിത് ഇവിടെ നിന്നേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ കറങ്ങി നമ്മളിത് കറക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നതിനേക്കാളും ഒരു തവണ കറങ്ങി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ പോർഷൻ തീർന്നു എന്ന്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വേറെ തന്നെ. ഇപ്പോൾ എന്താ സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് വച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ കറങ്ങും അല്ലേ, കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് പ്രോസസ്സ് എന്ന് കാണിച്ചു തരാം. ഇങ്ങനെ വെച്ച് ഇപ്പോൾ തേങ്ങ അരയുന്നില്ല, വെറുതെ അത് വിളിക്കുന്നേ ഉള്ളൂ. കണ്ടോ, അതിനകത്തൊന്നും പാടൊന്നും വീഴുന്നിട്ടില്ല. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ വിരൽ വെച്ച് ഇങ്ങനെ ഒന്ന് അല്ല, ഏതാണോ നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡാണോ ലെഫ്റ്റ് ഹാൻഡാണോ നിങ്ങൾക്ക് ഏതാണോ ആ കൈ വെച്ച് ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് ഇങ്ങനെ ഉണ്ടല്ലേ, നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും, നമുക്ക് അകത്ത് തട്ടുന്നതായിട്ട്. പിന്നെ ഇത് ഈ 2ഉം 3ഉം അത് മീൻസ് ഒരു തേങ്ങയൊക്കെ തിരികാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. എന്നാലും നമുക്ക് നഷ്ടമാണ് അത് ചെയ്യുന്നത്. വേറൊന്നും കൊണ്ടല്ല, നമ്മളിത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴുകി വെക്കണ്ടേ. അപ്പോൾ അതിൻ്റെതാണ്. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കുക്കറിൻ്റെ ഇൻഡക്ഷൻ കുക്കറിൻ്റെയും സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും. സംഭവം ചോറിവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെതാണ്. എന്തായാലും ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ഇതിൽ പിടിക്കുന്നുണ്ട്, തേങ്ങ തിരിക്കും തുടങ്ങുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയല്ല ചെയ്യാനുള്ളത്. ഞാൻ സ്റ്റാർട്ടിങ് കാണിക്കുന്നേ ഉള്ളൂ. ഇവിടെ ചെറുതായിട്ട് കണ്ടോ ഒരു ഇതുപോലെ വന്നിരിക്കുന്നത്. ക്യാമറ വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. പിന്നെ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ.
ഞാൻ ചെയ്യുന്നത് 2-3 രീതിയിലാണ്. അതായത് ഇതിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ട് ഇതിങ്ങനെ താഴെ നിന്ന് മേളിലോട്ടും മേളിൽ നിന്ന് താഴോട്ടും ആക്കും. നിങ്ങൾക്ക് ഇനി മുകളിൽ താഴോട്ട് ആക്കാൻ മാത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാലും മതി. ഇല്ല താഴെ നിന്ന് മേളിലോട്ടാക്കാൻ അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് തീരും സംഭവം. എന്തായാലും ബാക്കി നമുക്ക് പോകാം. എന്നിട്ട് ഇത് എങ്ങോട്ടാണ് കറങ്ങുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ കണ്ടോ, ഇത് എൻ്റെ ഇങ്ങോട്ടാണ് കറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് ഇത് നമ്മളിങ്ങനെ കറക്കി കൊണ്ടുപോകുന്നത്. ഈ മാർക്ക് ചെയ്യുന്നിടത്തുനിന്ന് നമ്മൾ ലെഫ്റ്റ്. ഇത് ഇങ്ങോട്ടാണ് കറങ്ങുന്നതെങ്കിൽ അങ്ങോട്ടാണ് കറങ്ങുന്നതെങ്കിൽ നമ്മൾ തിരിച്ച് കാണിക്കണം. ഇങ്ങോട്ടാണ് കറങ്ങുന്നത് ഇങ്ങോട്ടാണ്. മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഒരേപോലെ ആയിരിക്കും. എന്നാലും ഇത് കാണിച്ചതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഇത്രയാവുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ കാണിച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്ത് വരുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ്. ഒരു തവണ നമ്മളിവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്തോട്ട് നമുക്കൊന്ന് പിടിക്കുക, എന്നിട്ട് കറക്കുക. ഒരു 2 തവണ ആക്കുമ്പോൾ തന്നെ മിക്കവാറും ആവും. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോൾ ശീലമാകുമ്പോൾ ശരിയായിക്കോളും. പിന്നെ അടുത്ത് തിരിക്കുക, എന്നിട്ട് ഇങ്ങനെ ആക്കുക, തിരിക്കുക, ഇങ്ങനെ ആക്കുക. അങ്ങനെയാണ് സംഭവം പോകുന്നത്. ഉണ്ടോ, ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് കണ്ടോ പകുതി അയക്കുന്നത്. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫുള്ളായി കഴിയും. ഇനി അഥവാ നമ്മളിങ്ങനെ ഇടയ്ക്ക് നോക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു കണ്ടോ, ഞാൻ ഇപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ടാണ് ശ്രദ്ധിക്കാതെ പോകുന്നത്. കണ്ടിട്ടില്ലേ, ഈ സൈഡിലും എനിക്കിവിടെ വീണ്ടും ഉണ്ട് കുറച്ചുകൂടെ. അപ്പോൾ അതുകൂടെ നമുക്ക് എടുക്കാം. അവിടെ നിന്ന് പറഞ്ഞാൽ ഒത്തിരി നേരം വെച്ച് തിരികരുത്. എനിക്ക് നമ്മുടെ ഈ ചിരട്ടയുടെ ഭാഗം കൂടെ സംഭവം ഇളകിയിട്ട് വീഴും. അതുകൊണ്ട് അതുകൂടെ ശ്രദ്ധിച്ചോളാം. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും. അതായത് ഇവിടെ ഇങ്ങനെ ഉണ്ട്, ഏകദേശം കവറായി ഉണ്ട് ഇവിടെ. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കൊന്ന് നീക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഇതിനകത്ത് ഇവിടെ തന്നെ ഈ ഇതിടുന്നതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് താഴെ ഇറങ്ങുന്നത് പിന്നെ ക്ലീൻ ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത് ഇടയ്ക്കൊന്ന് നമ്മളിങ്ങനെ വെച്ചിട്ട് സ്പൂൺ കൊണ്ടാണെങ്കിൽ സ്പൂൺ കൊണ്ട്, കൈ കൊണ്ടാണെങ്കിൽ കൈ കൊണ്ട് തന്നെ ഇന്നാക്കി വിട്ട് കഴിഞ്ഞാൽ സേഫ്. ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഇങ്ങനെ ആക്കുന്നുണ്ടോ, എൻ്റെ ചിരട്ടശാല ഇങ്ങോട്ട് നീങ്ങി വന്ന്. അപ്പം ഈ സൈഡിലോട്ട് നീങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കണ്ടോ, ഇത് ഇപ്പോൾ തിരികെതാണ്. ഇനിയും ഇതിൽ അവിടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ആർക്കെങ്കിലും കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒന്നും വർക്കൗട്ട് ആവില്ല എന്ന് പറഞ്ഞ് അല്ല, സാധാരണ അങ്ങനെയാണ്. അതുകൊണ്ട് ഇതിൽ കണ്ടില്ലേ, ഇതിൽ ഈ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ വീഡിയോ എടുത്തതിലുള്ളതാണ്. അതിലാണ് കുറച്ചുകൂടെയൊക്കെ ഞാൻ നന്നായിട്ട് സംസാരിച്ചിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ആ വീഡിയോ പോയി, അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് കാണാനില്ല. സംഭവം എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാത്തതുകൊണ്ടാണ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ സംഭവം അത്രയേ ഉള്ളൂ. ഇനി അടുത്ത് ഈ വലിയ തേങ്ങയാണെങ്കിലും കുഞ്ഞു തേങ്ങയാണെങ്കിലും എന്ത് ചെയ്യണമെന്നാണ്. ഇത് കമ്പനിക്കാരടുത്തൊന്നും പോയി പറയല് നിങ്ങളിങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന ടെക്നിക്കിൽ. എങ്കിൽ അവർ നിങ്ങൾ വാറണ്ടി ക്ലെയിം ചിലപ്പോൾ തരത്തില്ല, എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ. പിന്നെ 3 വർഷം വാറണ്ടി ഉണ്ട്. അതാണ് ഇതിൻ്റെ ഏകയുള്ള ഒരു മെയിനായിട്ടുള്ള പോയിന്റ്. നമുക്ക് അതിനായിട്ട് വേണ്ടത് ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഒരു ഈർക്കിലെടുത്താലും മതി, ഏതാണ് നിങ്ങളെ ഉള്ളത് അങ്ങനെ. എന്നിട്ട് വേണ്ട ഈ സംഭവത്തിൻ്റെ ഇവിടെയായിട്ട് ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബട്ടൺ പോലെ. അത് ഒടിഞ്ഞ് ഇവിടെ കണ്ടോ, ഈ സാധനം ഇങ്ങനെ പ്രസ്സാകുമ്പോഴാണ് വർക്കാകുന്നത്. അതായത് നമ്മൾ ഈ ക്യാപ്പ് എടുത്ത് വയ്ക്കുമ്പോൾ ഈ സാധനം കയറി അതിൽ തട്ടുമ്പോഴാണ് വർക്കാകുന്നത്. അപ്പോൾ നമ്മൾ ഇത് കണക്കാക്കി ഇങ്ങനെ വയ്ക്കുക. വച്ച് കഴിഞ്ഞാൽ ഇത് വർക്കായിക്കൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ നിങ്ങളുടെ തേങ്ങ എടുക്കുക, എന്നിട്ട് പതിയെ അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ അപ്പോൾ വേണ്ട, നമുക്ക് സാധാരണ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ വലിയ തേങ്ങയാണെങ്കിൽ ഇതിനകത്ത് ഇറങ്ങാത്തൊന്നാണ്. ഇപ്പോൾ കുഞ്ഞു തേങ്ങയാണെങ്കിൽ നിങ്ങളിങ്ങനെ പതിയെ ഇതിൽ നിന്ന് ഇങ്ങനെ ഇറക്കി പോകുക. അപ്പം ഈ
അപ്പോൾ ഈ കുഞ്ഞു തേങ്ങ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സൈസിൽ തന്നെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈ റൗണ്ടിനുള്ളത് ഇതിലിങ്ങനെ കുഴിവായി കിട്ടും. പിന്നെ നമുക്ക് പതിയെ പെട്ടെന്ന് തന്നെ ചെയ്ത് അലൈൻമെൻറ്റ് നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതിനും ഇത് ഉപയോഗിക്കാതിരിക്കുന്നതിന് നല്ലത് നമ്മളിങ്ങനെ കൈവച്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇത് കണ്ടുകൂടാന്നാണെങ്കിൽ ശകലം പൊക്കത്തി വെച്ചിട്ട് നിങ്ങൾ അടി കൂടെ കണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രോങ് ആയിട്ടും പിടിക്കേണ്ട, എന്നാൽ നല്ല ലൂസായും പോകരുത്. അങ്ങനത്തെ രീതിയിലാണ് പിടിച്ച് ചെയ്യാനുള്ളത്. സൂക്ഷിക്കുക, അത്രയേ ഉള്ളൂ. കൈകാലുകൾ മുറിയാതിരിക്കാൻ ശ്രമിക്കുക. കൈകാലുകൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇനി വീഡിയോ കണ്ടിട്ട് ചെയ്തത് കൊണ്ടാണ് അങ്ങനെയെന്ന് പറഞ്ഞ് വരരുത്. പിന്നെ കുഞ്ഞുകുട്ടികളാരും ട്രൈ ചെയ്യരുത്. മെയിനായിട്ട് കുറച്ച് ബലമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പിടിച്ച് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമേ കയറി അങ്ങ് ഫോഴ്സ് ചെയ്ത് കളയരുത്. പതിയെ ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടില്ല. ഞാൻ തന്നെ ഒരു 2-3 തേങ്ങ തിരികിയ ശേഷമാണ് എനിക്ക് ഇതിൻ്റെ ടെക്നിക്ക് കുറേയൊക്കെ മനസ്സിലായത്. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ. കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. ഈ വീഡിയോ ഒരുപാട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ കയ്യിലെല്ലാം മിക്സഡ് കണ്ടൻ്റ് ആയിരിക്കും. അതായത് ഓരോ കണ്ടന്റിന് വേണ്ടി ഓരോ ചാനൽ അങ്ങനെ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു ചാനലെങ്കിലും രക്ഷപ്പെടട്ടെ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ തന്ന് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സഹായിക്കുക. ഓക്കെ, താങ്ക് യു. ബൈ. ടേക്ക് കെയർ.